ദൈവനാമത്തിന് മഹത്വം. ഹോപ്പ് ആൻഡ് പ്രോമിസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കാൽപ്പാടുകൾ അതിൻ്റെ 100-ാം എപ്പിസോഡ് പിന്നിടുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കാൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ശ്രവിച്ച അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമായി തീർന്നുവെന്നും അത് നമ്മളെ ശക്തീകരിക്കുന്നതുമായി തീർന്നുവെന്നും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തങ്ങളായ സാക്ഷ്യങ്ങൾ, അസാധാരണമായ രോഗസൗഖ്യങ്ങൾ, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നടത്തിയ വഴികൾ, ഇവയെക്കുറിച്ച് നമ്മളോട് ഷെയർ ചെയ്തത് ജീവിക്കുന്ന ഒരു ദൈവം ഇന്നുമുണ്ടെന്നും പ്രതികൂലങ്ങളിൽ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, തൻ്റെ അത്ഭുതകരമായ കരം ഇനിയും കുറുകിയിട്ടില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന ഈ സാക്ഷ്യങ്ങൾ ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമായിരുന്നു എന്നറിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ 100-ാമത്തെ എപ്പിസോഡിലും നമ്മളോട് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് സംസാരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായിരുന്ന ദൈവവചനങ്ങൾക്ക് വേണ്ടി തീവ്രതയോടെ നിന്ന കല്ലുമല കുഞ്ഞുമോൻ ചാൻ്റെ സഹധർമ്മിണി ഇന്ന് നമ്മളോട് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് സംസാരിക്കുന്നു. അത് ഏവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോയ് മാവേലിക്കര. ദൈവനാമത്തിന് മഹത്വം. ഹോപ്പ് ആൻഡ് പ്രോമിസ് എന്ന ഈ ക്രിസ്തീയ ചാനലിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാൻ തക്കോണം ലഭിച്ചതായ ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഭവങ്ങളെ മറികടക്കുവാൻ ആർക്കും കഴിയുകയില്ല. അനുഭവങ്ങളുടെ സത്യത്തെ മാറ്റി നിർത്തുവാനും ആർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് സാക്ഷ്യങ്ങൾ എപ്പോഴും സൂക്ഷ്മമായിരിക്കുകയും ദൈവനാമ മഹത്വത്തിന് ആയിത്തീരുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഈ ചാനലിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എളിയവളാകുന്ന എനിക്കും കർത്താവിൽ നിന്ന് പ്രാപിച്ചതായ അനുഗ്രഹങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെക്കുറിച്ച് പറയുവാൻ തക്കോണം നൽകി തന്ന ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപക്ഷെ ഇവിടെ സാക്ഷ്യം പ്രസ്താവിച്ച പലരെക്കാളും ഞാൻ പ്രായം കൊണ്ട് കൂടുതലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ 84 വയസ്സ് പ്രായമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സാക്ഷ്യം അല്പം വ്യത്യസ്തമായിരിക്കാം ചിലപ്പോൾ. കാരണം ദൈവകൃപ വിട്ടുമാറി കുറെ നാൾ ജീവിച്ച ശേഷം വീണ്ടും ദൈവത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യമല്ല. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക കുടുംബത്തിൽ ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയും കൺസിഡറേഷനുമായിട്ട് ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജന്മം ലഭിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ലോക പശ്ചാത്തലം. എന്നാൽ എനിക്ക് ദൈവത്തോടുള്ള ഏറ്റവും വലിയൊരു നന്ദിയും ദൈവത്തോടുള്ള ഒരു വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ശൈശവപ്രായത്തിൽ തന്നെ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം എനിക്ക് കൃപ തന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പാലക്കാട് എന്നൊരു പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാവ് അവിടെ ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ താമസിച്ചു വന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ജനിക്കാൻ കാരണമായി തീർന്നത്. എൻ്റെ മാതാവ് ഒരു യാക്കോബായ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലെ ആദ്യ ഫലമായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തതായ ഒരു സഹോദരിയായിരുന്നു എൻ്റെ മാതാവ്. അതുപോലെ തന്നെ എൻ്റെ പിതാവും അങ്ങനെ തന്നെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു ആത്മീയമായി വേർപെട്ട ഒരു സമുദായത്തിൽ അല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സാമുദായികമായൊരവസ്ഥയിൽ നിന്ന് തന്നെ ആദ്യ ഫലമായിട്ട് എൻ്റെ പിതാവും കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടു. അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ ഒരു പ്രത്യേകത. അങ്ങനെ അവർ കർത്താവിൻ്റെ നാമനിമിത്തം നിന്ദകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ. അന്നത്തെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വേർപെട്ടു വരുന്നതായി ദൈവജനങ്ങൾക്ക് അനുഭവിക്കാവുന്ന
അനേക പ്രതിബന്ധങ്ങൾ അവർ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അത്രയൊന്നുമുള്ള പ്രതിബന്ധങ്ങളൊന്നും നാം കേൾക്കാറില്ല. എന്നാൽ അങ്ങനെ അവർ അത് ദൈവനാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് മുൻപോട്ട് പോയി. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരൊക്കെ വിവിധമായ അവസ്ഥയിൽ അവരെ വിവിധ ചോദ്യചിഹ്നങ്ങളുമായിട്ട് അവരെ സമീപിച്ചപ്പോഴൊക്കെയും ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും, ഞങ്ങൾ 2 മക്കളാണ് അവർക്കുണ്ടായത്. ഞാനും എൻ്റെ ഏക സഹോദരി, എൻ്റെ ജ്യേഷ്ഠ സഹോദരിയാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ എൻ്റെ സഹോദരി ഈ ഭവനത്തിൽ തന്നെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അത്ഭുതമായ മറ്റൊരു അവസ്ഥയും കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു 7 വയസ്സായപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ എനിക്ക് കൃപ തന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ കർത്താവ് എന്നെ അങ്ങനെ നടത്തി എന്നുള്ളത് ഒരു സഭാരാധനയിൽ കടന്ന് സംബന്ധിക്കുന്ന സമയത്താണ്. എനിക്കതിനെക്കുറിച്ച് വേണ്ടതുപോലെയുള്ള ഗൗരവമില്ലാത്തൊരു സമയത്ത് കർത്താവിൻ്റെ അഭിഷേകത്താൽ ഞാൻ നിറയപ്പെടുവാനിടയായി തീർന്നു. അവിടെ കർത്താവിൻ്റെ ദാസൻ എന്നോട് ആരാധന കഴിഞ്ഞിട്ട് പറഞ്ഞു, മോളെ, നീ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് എന്നെ പല കാര്യങ്ങളും ഗുണദോഷിച്ച് വളരെ സൂക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. എൻ്റെ സഹോദരി ആ സഭായോഗത്തിന് വന്നില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ഈ സന്തോഷ വാർത്ത പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരി വളരെ സങ്കടത്തോടുകൂടെ കരഞ്ഞു. അയ്യോ, ഞാൻ പോയെങ്കിൽ എനിക്കും ഇത് പ്രാപിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു. ഞാൻ ഓർക്കുന്നു അന്നത്തെ രംഗം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത കർത്താവ് ചേച്ചിയെയും അഭിഷേകം ചെയ്യുമല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ ഒട്ടും അതിശയോക്തിയായി ചിന്തിക്കരുത്. ഞങ്ങൾ അന്നേരം തന്നെ ഒരു മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ പിതാവിൻ്റെ സഹോദരപുത്രനും കൂടെ അന്ന് യാദൃച്ഛ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് 3 പേർ മാത്രം കൂടി ഇന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു 10-15 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സഹോദരിയും കൂടെ അഭിഷേകം പ്രാപിച്ചു. എന്തൊരു അത്ഭുതം! അങ്ങനെ അത്ഭുതമായി നമ്മൾ 2 പേരും ഒരേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ അധികം ആരോടും പറയേണ്ട കാര്യമില്ല. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ടവരുടെ മേൽ പകരുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കമായി ജീവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഏകാഗ്രത കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് തൻ്റെ ആത്മാവിനെ പകരും എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ശൈശവപ്രായത്തിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെ ഞങ്ങൾ ശൈശവപ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച്, അപ്പോൾ എൻ്റെ പിതാവുണ്ട്. പക്ഷേ പിതാവ് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ പോവുകയും ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ വരികയും ചെയ്യുന്നു. അദ്ദേഹം വളരെയധികം ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. തൻ്റെ വേല തികച്ച് അധികം പ്രായമാകുന്നതിന് മുമ്പ് കർത്താവ് വിളിച്ച് ചേർത്തു. അത് ദൈവത്തിൻ്റെ പദ്ധതി. അത് ചോദ്യം ചെയ്യാൻ നാം ആരും പ്രാപ്തരല്ല. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ജീവിതമാണ് എന്നെ ഈ അവസ്ഥയിൽ എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ സുവിശേഷ വേല ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും. എൻ്റെ ശൈശവപ്രായം മുതൽ തന്നെ ആഗ്രഹം എൻ്റെ ഉള്ളിൽ അങ്കുരിക്കാനുള്ള കാരണവും എൻ്റെ പിതാവ് തന്നെയായിരുന്നു. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനെ കർത്താവ് ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു. അതിൻ്റെ രഹസ്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയായിരുന്നു. തൻ്റെ വേല തികച്ച് തൻ്റെ യൗവനപ്രായം കഴിഞ്ഞ സമയത്ത് തന്നെ കർത്താവ് വിളിച്ചു. ഒരു തമിഴ്നാടിൻ്റെ ഒരു അന്യദേശത്ത് ഒരു കൺവെൻഷന് പോയി സംബന്ധിക്കുന്ന ആ സമയത്ത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായത്. ആ സമയത്ത് എൻ്റെ മാതാവ് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഞങ്ങൾ മക്കൾ 2 പേരും മാതാവും ഒന്നും ആ പ്രത്യേക സ്ഥലത്തില്ല. ആ സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ചു. അന്നൊക്കെ വളരെ ആരും ചികിത്സ ചെയ്യുന്ന സ്വഭാവങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. വളരെ പ്രത്യാശയോടെ ഒരു വിശ്വാസഭവനത്തിൽ വെച്ച് എൻ്റെ പിതാവ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ സമയം അവിടെയുള്ള പലരും ചോദിച്ചു, സഹോദര,
ഭാര്യയും മക്കളെയും കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പിതാവ് വളരെ പ്രത്യാശയോടെ ഇങ്ങനെ പറഞ്ഞെന്നാണ് കേട്ടത്. അവരെയൊക്കെ ഞാൻ തക്ക സമയത്ത് കണ്ടുകൊള്ളാം, നിങ്ങളാരും അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. അത്രയും പ്രത്യാശയോടെ ഈ ലോകം വിട്ട് കടന്നുപോയ എൻ്റെ പിതാവിനെ കുറിച്ചുള്ള സാക്ഷ്യം, എൻ്റെ പിതാവിൻ്റെ സാക്ഷ്യമാണ് എന്നെ സുവിശേഷ വേലയിലേക്ക് നയിച്ചതെന്ന് ഞാൻ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഒരു പാവിരിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠ എടുത്തിട്ടാണ് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ആരുടെയും നിർബന്ധത്താലല്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവെ, അനേകർ മുൻപോട്ടിറങ്ങിയതായി പോർക്കളത്തിൽ എളിയൊരാ ഞങ്ങൾക്ക് നിൽപ്പാൻ കൃപ തരണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. പ്രിയരെ, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഭവനത്തിൽ ഇരുന്ന് ഞങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണിത് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നുമായിരിക്കാം. അതേ തുടർന്ന് ഇവിടെ ക്രിസ്തേതരരായിട്ടുള്ളതാണ് എന്ന് ഞാൻ പറയുന്നത് യേശുവിനെ അറിയാത്ത അനേക പ്രിയപ്പെട്ടവര്, അവർക്ക് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. രോഗസൗഖ്യം വേണ്ടിയവര്, ഭൂതഗ്രസ്തര്, അങ്ങനെ അനേകർ ഇവിടെ കടന്നു വന്ന ഞങ്ങളുടെ ഭവനം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ദൈവം കൃപ തന്നു. പ്രിയരെ, യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമുക്കുണ്ടാകും എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. ജീവിത അനുഭവത്തിൽ കൂടെ അത് പറയും. അനേക കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ കൂടെ താമസിപ്പിക്കുകയും അവരുടെ കഷ്ടങ്ങളിൽ പങ്കെടുക്കുകയും അവരുടേതായ പ്രയാസ പ്രതികൂലങ്ങളിലൊക്കെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ഒരു കൂടിവരവ് ഉടലെടുത്തത് എന്നുള്ളത് ഈ ലോകത്തിൽ എന്ന് ഞാൻ പറയുന്നത് പലർക്കും ഇതിൻ്റെ സത്യം അറിയാം. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഗ്രഹിക്കണം. അങ്ങനെ ഉത്ഭവിച്ചതായ ഒരു കൂടിവരവാണ് കല്ലുമല ദൈവസഭ എന്നറിയപ്പെടുന്ന ഈ കൂടിവരവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തോടാണ് പ്രതിബദ്ധതയുള്ളത്. ഇതാരംഭിച്ചത് കർത്താവാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യരോട് അല്ല ഇതിൻ്റെ ഉത്തരവാദിത്തം, ഞങ്ങൾക്ക് ദൈവത്തോടുള്ള കോൺട്രാക്റ്റാണ്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ വേൾഡ്. നമ്മൾ മനുഷ്യരോടുള്ള ഏത് പ്രതിബദ്ധതയെക്കാളും ഏറ്റവും വലുത് ദൈവത്തോടുള്ള പ്രതിബദ്ധത. ദൈവത്തോട് നാം ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് കരണീയമായ അവസ്ഥ. പിശാച് പ്രലോഭനങ്ങൾ കൊണ്ടുവരും. നമ്മുടെ പ്രതിഷ്ഠയിൽ നമ്മെ വ്യതിചലിപ്പിക്കുവാനായിട്ടും നമ്മളെ മാറ്റി നിർത്തുവാനായിട്ടും വളരെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവ്. വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ വേല ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. രോഗശാന്തിയുടെ വിഷയത്തിൽ വളരെ തീക്ഷ്ണതയോടെ പിടിച്ചു നിന്നു. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോൾ ഈ വിശ്വാസം കാത്തു എന്നുള്ളതിനെ പലരും വ്യാഖ്യാനിക്കുന്നത് രോഗശാന്തി വിശ്വാസം കാത്തു എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു കറക്റ്റ്, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഒരു വിഷയം അതില്ലെന്ന് ഞാൻ പറയല്ല, എങ്കിലും വിശ്വാസം കാത്തു എന്ന് പറയുമ്പോൾ രോഗശാന്തി മാത്രമല്ല അതിലുള്ളത്. നമ്മൾ ദൈവത്തോട് എടുക്കുന്ന ഏത് തീരുമാനമാണെങ്കിലും ആ അവസ്ഥയിൽ നമ്മൾ വ്യതിചലിച്ചാൽ അത് വ്യതിചലനം തന്നെയാണ്. അത് രോഗശാന്തി ആയാലും ദൈവത്തോടൊരു തീരുമാനമെടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളത് വ്യതിചലിച്ചാൽ അത് തെറ്റ് തന്നെ. ഞാനെന്തോ പറയണ്ടത്, വേറെ ചെറിയൊരു ഉദാഹരണം പറയാം. ആരും എന്നോട് മറ്റൊന്നും ചിന്തിക്കരുത്. ഇപ്പം ഞാൻ വിവാഹം കഴിക്കത്തില്ലെന്ന് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തില്ല. വിവാഹം കഴിക്കത്തില്ലെന്ന് ഞാൻ തീരുമാനം എടുത്തേച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഇടയ്ക്ക് ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം തീരുമാനം എടുത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയം ഞാൻ. അപ്പം നമ്മളൊരു തീരുമാനം എടുത്താൽ അതിൻ്റെ വ്യതിചലനമാണ് പ്രതിഷ്ഠാലംഘനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രോഗശാന്തിയുടെ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അത് വളരെ തീക്ഷ്ണമായിട്ട് പിടിച്ചു നിന്നു. എൻ്റെ ഹസ്ബൻഡ്
ഒരു അത്ലറ്റും നല്ല ഒരു ആരോഗ്യമുള്ള ഒരാളും ഒക്കെ ആയിട്ടാണ് അറിവ്. കണ്ടാൽ വളരെ ലീനായിട്ട് ക്ഷീണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, ഈ വിവാഹം നിശ്ചയിച്ച അന്ന് തുടങ്ങി ഹി വാസ് ഹാവിങ് സം എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു അസ്വസ്ഥത പുള്ളിക്ക് എപ്പോഴും. നല്ല സുഖമില്ല, എപ്പോഴും അസുഖം. മരുന്നൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ, ട്രീറ്റ്മെൻ്റ് ഒന്നും വളരെ വിശ്വാസത്തിൽ വളരെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമായതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നു. പക്ഷേ രോഗം അങ്ങനെ മൂർച്ഛിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിരുന്നപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഡോക്ടറുണ്ട്, ഒരു അച്ചായൻ ഡോക്ടറും ആ കൊച്ചമ്മയും രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുമോനെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. വിളിച്ചു പറഞ്ഞു, കുഞ്ഞുമോനെ, നീ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ മാറി നീ നടക്കുന്നുണ്ട്. പക്ഷേ നീ പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നിന്റെ ഈ രോഗത്തിന് അല്പമെങ്കിലും ശമനം കണ്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ അനുസരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛാ പ്ലീസ് എനിക്കൊരു 7 days തരണം, ഞാനൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം, സ്പെഷ്യലായിട്ട് ഞാനൊന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് വരാം. ശരി, ഞാനൊരു ലീവ് തന്നിരിക്കുന്നു, പോയി വന്നു കഴിഞ്ഞ് നീ അത് കഴിഞ്ഞ് വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ സമുദായസ്ഥരായ പ്രിയപ്പെട്ടവർ പലരും വന്ന് അവരെ ത്രട്ടൻ ചെയ്തു. കാരണം ഞങ്ങളുടെ കൊച്ചന് വല്ലതും സംഭവിച്ചാൽ നിങ്ങളിങ്ങനെയൊന്നും അല്ല, പണ്ടത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീതിപ്പെടുത്തിയിരുന്ന ഒരു കാലമായതുകൊണ്ട് കൂടെ പ്രാർത്ഥിക്കാൻ പോലും ആരും വരാനായിട്ട് ധൈര്യപ്പെട്ടില്ല പ്രിയരെ. ഏതായാലും ഒരു സുവിശേഷ വേലക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു പാസ്റ്ററും ഭാര്യയും, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവർ വന്ന് ഞങ്ങളെ സഹായിച്ചു, പ്രാർത്ഥിച്ചു. 7 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പം ഞങ്ങൾ സമാധാനത്തോടെ തിരിച്ചു പോയി. എന്നാൽ അതിൻ്റെ ഫലം നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. ദ ഡിസീസ് ബിക്കം വേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ളതിനേക്കാളും കൂടുതൽ മോശമായി തീർന്ന രോഗാവസ്ഥ. ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു മിസ്റ്ററി ആയിട്ട് നിങ്ങൾക്ക് തോന്നി, ഇതെന്തൊരു അത്ഭുതം എന്ന് തോന്നും. പക്ഷേ ഒരു നിവൃത്തിയില്ല. ഡോക്ടർ അച്ചായൻ്റെ അടുക്കൽ ചെന്നു, നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നീ സൂചി കൊണ്ടെടുക്കാവുന്നത് കൊണ്ട് ഇപ്പം തൂമ്പ കൊണ്ടെടുക്കുന്ന പരുവമാക്കി, അതുകൊണ്ട് കീപ് ക്വയറ്റ്, നീ ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞു. അന്നത്തെ ട്യൂബർകുലോസിൻ്റെ ഒരു മെഡിസിനാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയും. ആദ്യത്തെ ഇഞ്ചക്ഷൻ സ്ട്രെപ്റ്റോമൈസിൻ എടുത്തു. അന്ന് അദ്ദേഹം പ്രാർത്ഥന നിർത്തി. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥന നിർത്തി. എന്നോട് പറയാം, ഒന്നുകിൽ മരുന്നല്ലേ പ്രാർത്ഥന. അത്രയും കേട്ടപ്പോൾ ഞാൻ ഒന്ന് ഓർത്ത് നോക്കി. എനിക്ക് പ്രായം 22 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത്, കർത്താവെ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കാത്ത ഒരാളെ ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും. അപ്പോഴത്തേക്കും വീട്ടുകാരൊക്കെ കൂടെ പറഞ്ഞു, ഇവിടെ ഒന്നും ചികിത്സിക്കണ്ട, ദൂരെ പോയി നല്ല ഒരു സാനിറ്റോറിയത്തിൽ പോയി ചികിത്സിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനങ്ങ് പറയട്ടെ. അങ്ങനെ മെഡ്രാസിൽ അവിടെ ആരോഗ്യവാരം എന്നാണ് പറയുന്നത്, മദനപ്പള്ളി എന്നാണ് പണ്ടത്തെ പേര്. അവിടെ പോകേണ്ടി വന്നു. അവിടെ പോയി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. ഞാനൊരു ഹോസ്പിറ്റലിൽ പോലും പോയിട്ടുള്ള ആളല്ല. ഞാനപ്പം ട്രീറ്റ്മെൻറ്റിന് പോകാൻ കാരണം എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സമയം മാറ്റി വെച്ചിട്ട്, അതായത് ഇത്രയും പഠിച്ചില്ലേ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഒരു അഡ്മിഷൻ എടുത്തപ്പോൾ അവരൊരു ടെലഗ്രാമാണ് വന്നത്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, ഞങ്ങളുടെ വാൻ അവിടെ റെഡിയാണെന്നാണ് മറുപടി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ഇനി ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. അവിടെ ചെന്നപ്പോൾ ഒരു ഡോക്ടർ ജെസൂഡി എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഡയറക്ടർ, അദ്ദേഹം ഒരു LMSകാരനാണ്, പ്രായമുണ്ട്, 10-70 വയസ്സൊക്കെ ഉണ്ട്. അദ്ദേഹം ഞങ്ങളെ കണ്ട് ഇനി ഇംഗ്ലീഷ് വൊക്കാബുലറി യാതൊരു വേർഡും ഇല്ലാത്ത പോലെ ഞങ്ങളെ വളരെയധികം അധിക്ഷേപിച്ച് സംസാരിച്ചു. നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസം കൊണ്ട്, ഇറ്റ് സീംസ് യു ആർ എഡ്യൂക്കേറ്റഡ്, വാട്ട് ഹാപ്പൻ ടു, എന്ത് കാണിക്കുകയായിരുന്നു നിങ്ങൾ, ഇത്രയും വഷളാക്കിയില്ലേ ഈ ലോകത്തെ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വർഷങ്ങൾ കിടക്കണം ചിലപ്പോൾ. അങ്ങനെ ഉണ്ട്, 2-3 വർഷമൊക്കെ അവിടെ ചികിത്സിക്കുന്ന അങ്ങനത്തെ പ്രോഗ്രാം അവിടെ. അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട, നിങ്ങൾ ഇവിടെ കിടന്ന് നല്ലതുപോലെ സുഖമായിട്ട് പോയാൽ മതി. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രാർത്ഥിക്കാത്ത ആള് അദ്ദേഹത്തോട് പറഞ്ഞ ഒരു സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പറഞ്ഞു, ഡോക്ടർ, ഇഫ് ദ സ്ക്രിപ്ചർ ഇസ് കറക്റ്റ്, വാട്ട് ഐ ആം ഡൂയിങ് ഈസ് റോങ്.
എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബൈ ദൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ് എന്ന് പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു ദൈവവിശ്വാസിയായിട്ടുള്ളൊരു മനുഷ്യൻ കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു സ്നേഹം ഉണ്ടായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, മിസ്റ്റർ ജേക്കബ് കാം ഡൗൺ, കാം ഡൗൺ. വലിയ വാത്സല്യത്തോടെ ഇങ്ങനെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു അത്ഭുതമായിപ്പോയി, ഈ ചെറുപ്പക്കാരന് ഇത്രയും തീക്ഷ്ണതയുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞപ്പോൾ കർത്താവ് എൻ്റെ ഹസ്ബൻഡിനെ സൗഖ്യമാക്കിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ വളരെ കുറേ നാൾ, ഒരു 6 മാസം 1 വർഷം കിടക്കാതെ അസുഖം പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഈ പെൻസിൽ പോലെ അസ്ഥിപഞ്ജരമായിരുന്ന ഈ വ്യക്തി ഒരാഴ്ച കഴിഞ്ഞതിന് മുമ്പേ വെയിറ്റ് വെക്കാൻ തുടങ്ങി. വെയിറ്റ് വെക്കാനായിട്ട് നോക്കാൻ കൊണ്ടുവന്ന റിക്ഷ കൊണ്ടുവന്നാണ് കൊണ്ടുവന്നതൊക്കെ. അങ്ങനെ അപ്പോൾ ഈ വെയിറ്റ് കൂടുമ്പോൾ ഡോക്ടേഴ്സ് വന്നിട്ട്, ഓ മിസ്റ്റർ ജേക്കബ്, യു പ്രൊഡ്യൂസ് 3 pounds, വണ്ടർഫുൾ. പ്രിയപ്പെട്ടവരെ, അത്ഭുതമായി ഒരാഴ്ച കൊണ്ട് എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. അതൊരത്ഭുതമല്ലേ? നിങ്ങൾ ചിന്തിക്കേ. ഞാൻ ഈ രോഗത്തിന്റെ കാഠിന്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ബോത്ത് ലങ്സ് ആർ അഫക്റ്റഡ്. TB പേഷ്യൻസ് എന്ന് പറയുന്നത്, ഈ ലങ്സ് എന്ന് പറയുന്ന ശ്വാസകോശത്തിൽ കിഴുത്ത വീഴും ഈ അസുഖം കൂടുമ്പോൾ. അങ്ങനെ ഒരു ശ്വാസകോശത്തിൽ 3 വലിയ കാവിറ്റീസ്, കിഴുത്തകള്, മറ്റൊരു ശ്വാസകോശത്തിൽ 2 കാവിറ്റി. അപ്പോഴേ 3+2 കാവിറ്റീസ്. അപ്പൊ ഡോക്ടർ പറഞ്ഞത്, ഈവൻ an operation cannot save you because you are having 5 cavities in your lungs എന്നാണ് ഞങ്ങളുടെ ഡോക്ടർ ചായൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞ, അങ്ങനെ അത്ഭുതമായ ഒരു വിടുതലാണ് കർത്താവിൻ്റെ പൈതലിന് ദൈവം കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും രോഗശാന്തിക്ക് വേണ്ടി പിടിച്ചു നിന്ന ഈ പ്രിയപ്പെട്ട ആളിനെ എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് രോഗസൗഖ്യം കൊടുത്തു എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കല്ലേ? അപ്പൊ ഞങ്ങൾ പിന്നത്തേതിൽ മനസ്സിലാക്കിയത്, ഈ രോഗശാന്തി എന്ന് പറയുന്ന ഒരു കൊമ്പിനെ കർത്താവ് ഒടിച്ചു. അതിലും നിനക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. കർത്താവ് നിനക്കൊരു രോഗസൗഖ്യം തന്നെങ്കിൽ നിന്റെ മിടുക്കുകൊണ്ടല്ല. കർത്താവ്, ഹീസ് ഏബിൾ ടു ഡു എവറിത്തിങ്. കർത്താവിന് മുറിക്കുവാനും മുറികെട്ടുവാനും കഴിയും. എല്ലാത്തിനും കഴിവുള്ള കർത്താവാണ്. ഞാൻ ഈ അടുത്തിടെ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ യഹോവയാകുന്നു. പഴയ നിയമത്തിൽ എത്ര പ്രാവശ്യമാണ് കർത്താവ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്, ഞാൻ ജീവനുള്ള ദൈവമായ യഹോവയാകുന്നു, ഞാൻ യഹോവയാകുന്നു, ഞാൻ യഹോവയാകുന്നു, ഞാനല്ലാതെ വേറെ ദൈവം ആരുള്ളൂ? Nobody in this world. മറ്റൊരു ദൈവം ഈ ലോകത്തിൽ ഇല്ല തന്നെ, യഹോവയായ ദൈവമല്ല. ഞാനത് ധൈര്യസമേതം എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയട്ടെ, ഈ ദൈവമല്ലാതെ വേറെ ഒരു ദൈവമില്ലെന്ന് ഞാൻ ഉച്ചസ്ഥരം ഘോഷിക്കുവാൻ എനിക്ക് ധാരാളം ദൈവ അനുഭവം തന്നതിനാൽ ഞാൻ എളിമയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം ഇങ്ങനെ കർത്താവ് അത്ഭുതമായിട്ട് ഭർത്താവിനെ ദൈവം വിടുവിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ ഒരു ഉന്നത ഭാവം വരണ്ട. എനിക്ക് എന്ത് രോഗം വന്നാലും ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു, എനിക്ക് അങ്ങനെ സൗഖ്യം കിട്ടി എന്നുള്ള ഒരു പൊടുപ്പും തൊങ്ങലും ഒന്നും വേണ്ട. അതും ദൈവം ഒടിച്ചു കളഞ്ഞു പ്രിയരെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന്, ഇത് കൾച്ചർ എന്നൊക്കെ പറയും, അത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാകും. അസുഖം മാറിയെങ്കിലും ഈ സ്പൂട്ടം കൾച്ചർ, സ്റ്റൊമക് വാഷ് കൾച്ചർ എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് 40-42 days ഒക്കെ വേണം അതിന്. ആ കൾച്ചറിന് വേണ്ടി അവിടെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ 3 മാസത്തോളം താങ്ങേണ്ടി വന്നു. ഞങ്ങൾ ഈ ഡോക്ടേഴ്സിനോട് താങ്ക്സ് പറയാനായിട്ട് അവരുടെ
മുറി പോയ കാര്യം ഇപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ഞാനൊരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ വരുത്തട്ടെ. ഞങ്ങളങ്ങനെ പോയി ഒരു താങ്ക്സ് പറഞ്ഞ ഡോക്ടറോട് പറഞ്ഞു, താങ്ക് യു ഡോക്ടേഴ്സ്. അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും നന്നായിട്ട്, താങ്ക്സ് ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു സെൻറ്റൻസ് നിങ്ങൾ കേൾക്കണം. ഡോണ്ട് ഗിവ് എനി താങ്ക്സ് ടു us. മിസ്റ്റർ ജേക്കബ് വാസ് ബ്രേക്കിംഗ് ദ റെക്കോർഡ് ഓഫ് ദി സാനിറ്റോറിയം. ഈ സാനിറ്റോറിയത്തിൻ്റെ റെക്കോർഡ് ഭേദിച്ച ആളാണ് ഡോക്ടേഴ്സ് അല്ല, ഈ പേഷ്യൻ്റ്. മനസ്സിലായോ? സാക്ഷ്യം സൂക്ഷ്മമായിരിക്കണം എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുക. കാരണം ഞാൻ സാക്ഷി പറയുക, ഈ സാക്ഷി സ്വർഗത്തിലെ ദൈവം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ധൈര്യസമേതം പറയുന്നു. ദൈവത്തിന് സ്വന്തം. ഭോഷ്ക് പറയുന്നവർക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ളത് അറിയാമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭോഷ്കിന്റെ വ്യാപാര ശക്തി വളരെയധികം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യകാലം. മറന്നു പോകരുത്. ചെയ്ത കാര്യം ചെയ്തില്ലേ എന്നും, ചെയ്യാത്ത കാര്യം ചെയ്തെന്നും, പറയാത്ത കാര്യം പറഞ്ഞെന്നും, പറഞ്ഞത് പറഞ്ഞില്ലെന്നും ഭോഷ്ക് 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 തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യാതൊരു അശുദ്ധനും മ്ലേച്ഛത ഉള്ളവരാരും അവിടെ പ്രവേശിക്കയില്ല. ദൈവത്തിന്റെ വചനം ഭോഷ്ക് പറയുന്നവർക്കൊരു ഉള്ള സ്ഥലമല്ലത്. ഏത് വലിയ ഉന്നത പദവിയിൽ ഇരുന്നാലും ദൈവത്തിന്റെ വചനം ഇന്നും 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 സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ഡെഫിനിറ്റ്. ദൈവത്തിന്റെ സന്നിധി ഭയത്തോടെ ഞാൻ പറയട്ടെ, ആര് ഭോഷ്ക് പറഞ്ഞാലും ഭോഷ്ക് തന്നെ. ഭോഷ്ക് പറയുന്നവർക്കുള്ള സ്ഥലമല്ല ദൈവസന്നിധി. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് ഞാൻ വളരെ സങ്കടത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയട്ടെ, അനേകർ ഭോഷ്കിൽ പ്രിയപ്പെടുന്നു. അനേകർക്ക് ഭോഷ്ക് പറയാൻ അവർക്കൊരു ടെൻഡൻസി. ആര് കൊടുക്കുന്ന ടെൻഡൻസി? പിശാച് കൊടുക്കുന്ന ടെൻഡൻസി. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തി വെളിപ്പാട് പുസ്തകത്തിൽ അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 4 പേരുകൾ ഞാൻ പറയട്ടെ. ഒന്ന് പിശാച്, പഴയ പാമ്പാകുന്ന സാത്താൻ, പിന്നെ മഹാസർപ്പം, അപവാദി. ഈ 4 പേര് അവന്റെ പര്യായ പദങ്ങളെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഈ 4 പര്യായ പദങ്ങളാണ് പിശാചിനുള്ളത്. ഇപ്പൊ അവൻ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അപവാദി എന്നുള്ള ആ പ്രത്യേക ലൈനിലാണ് അവന്റെ പരിപാടി. ഇപ്പൊ അപവാദി നല്ലതൊന്നും പറയത്തില്ല, നല്ലതെല്ലാം കൺസീൽ ചെയ്യും. എന്നിട്ട് ഇല്ലാത്ത കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു തൊഴിലാണ് അവന്റെ ഇപ്പോഴത്തെ ജോലി. അതുകൊണ്ട് ഞാനും നിങ്ങളും അതിലകപ്പെട്ടു പോകാതിരിക്കുവാൻ ബി കെയർഫുൾ. ഞാൻ വളരെ ഭയത്തോടെ പറയാണ്, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾ വളരെ ഭയത്തോടെ ശ്രദ്ധിക്കുക. നിങ്ങളാരും അവന്റെ കെണിയിൽ അകപ്പെട്ടു പോകരുത്. ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ കേൾക്കാൻ സുഖം കാണും ചിലപ്പോൾ. ഈ ടെലഫോൺ എന്ന് പറയുന്നതുണ്ടല്ലോ, ദാറ്റ്സ് എ വെരി ബാഡ് മീഡിയ. ഐ തിങ്ക് നല്ലതായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാ. ഇപ്പൊ ഇത് ചെയ്യുന്നു, സംപ്രേക്ഷണം ചെയ്യുന്നത്, ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇതൊരു ചീത്ത വിഷയത്തിന് വേണ്ടി ഉപേക്ഷിച്ചാൽ ദിസ് വെരി എക്വിപ്മെന്റ് ദേ ക്യാൻ യൂസ് ഇറ്റ് ഇൻ അതർ വൈസ്. അങ്ങനെ ചെയ്താലും അതെന്ത് വിപരീതമാണ്. നല്ല കാര്യത്തിന് വേണ്ടി അത് ചെയ്യുക, ഉപയോഗിക്കുക. അതുകൊണ്ട് ദുഷ്പ്രചരണങ്ങൾ ചെയ്യുന്നവരാര് തന്നെ ആയാലും ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. പ്രാർത്ഥിക്കാത്ത ആളാണല്ലോ പോയത് ചികിത്സിക്കാൻ. ഇതുപോലെ എക്സ്പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ട് രോഗസൗഖ്യം പ്രാപിച്ചവർ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവിടെ. അവരൊക്കെ ഇദ്ദേഹത്തെ വലിയ സ്നേഹമല്ലായിരുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് അങ്ങനെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുമാനച്ചാൻ എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിലുള്ളവരും, അയ്യോ നിങ്ങൾ കുഞ്ഞുമാനച്ചാൻ്റെ അവിടെ നിന്നാണോ വരുന്നതെന്ന് ചോദിച്ചാൽ വലിയ സ്നേഹമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ ഈ കുഞ്ഞുമാനെ ഒന്ന് ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയാലും തിരക്കേടില്ല കേട്ടോ, ഒരു 3 വർഷത്തേക്ക് സൂക്ഷിക്കണം. പ്രസംഗിക്കാൻ പാടില്ല, ഉപവസിക്കാൻ പാടില്ല, ഡ്രൈവ് ചെയ്യരുത്, ഇതൊക്കെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചമ്മമാരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് വന്നു. ഇവിടെ വന്നപ്പം തുടങ്ങി ഏതായാലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ
അതിശക്തിയോടെ ചെയ്യുവാൻ ദൈവം പ്രേരണ തന്നു. പിന്നെ പറഞ്ഞു, കർത്താവേ ഞാൻ രോഗശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന് വിപരീതം പോയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് മരണം വരെ പുള്ളിക്ക് അതിനുള്ള ഒരു റിപ്പൻറ്റൻസ് ആയിരുന്നു. അപ്പൊ ഒടുക്കം ഞാൻ പറയും, അത് റിപ്പൻറ്റൻസ് ഒരു പ്രാവശ്യം റിപ്പൻറ്റ് ചെയ്ത കർത്താവ് ശ്രമിക്കും, പിന്നെ അത് റിപ്പൻറ്റ് ചെയ്യണമെന്നൊന്നും ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാറുണ്ട്, അത്രയ്ക്ക് പുള്ളിക്ക് ആ ഹൃദയത്തിന് വേദനയായിരുന്നു അങ്ങനെ ചെയ്തതിന്. പക്ഷേ അതും ദൈവം പഠിപ്പിച്ച ഒരു മാർഗമായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞങ്ങൾ കർത്താവിൻ്റെ വേല അങ്ങനെ ഇവിടെ തുടങ്ങി. അനേക ആത്മാക്കൾ കടന്നു വന്നു. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി. അനേക സഭകളൊക്കെ ഉണ്ട്. നാം ലഭിച്ചതായ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി സ്ഥിരതയോടെ നിന്ന് നമ്മുടെ ഓട്ടം മൂടി തികയ്ക്കണമെന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, പല വിധത്തിലുള്ളവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. സുവിശേഷ വേലക്കാർ കേൾക്കുന്നുണ്ടായിരിക്കാം, വിശ്വാസത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയവർ കേൾക്കുന്നുണ്ടായിരിക്കാം, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അനേക വേദനകൾ സഹിക്കുന്നവർ കേൾക്കുന്നുണ്ടായിരിക്കാം. ആര് തന്നെ ആയാലും അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ദൈവവചനപ്രകാരം ആ വ്യവസ്ഥ പ്രകാരം നിൽക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഏത് ഭീമമായ പ്രശ്നമായാലും ഏത് പ്രതികൂലങ്ങളുടെ പീക്കിൽ നിങ്ങൾ നിൽക്കുന്നു എന്ന് വന്നാലും കർത്താവ് നിങ്ങൾക്ക് അതിന് വിടുതൽ തരും, നിശ്ചയമായിട്ട് വിടുതൽ തരും. പക്ഷേ നിങ്ങൾക്കൊരു പരമാർത്ഥ ഹൃദയത്തിൻ്റെ ഉടമസ്ഥത വേണം. അതുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് നന്നായി തന്നെ പര്യവസാനിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും ഒരു ലിസ്റ്റ്. സാധാരണഗതിയിൽ ഈ ലിസ്റ്റൊക്കെ നമ്മൾ കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി. മനസ്സിലായോ? ഞാൻ പറയുന്നു, ഇത് രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടിയല്ല. മനുഷ്യ സ്വസ്നേഹികള്, ദ്രവ്യാഗ്രഹികള്, വാത്സല്യമില്ലാത്തവര്, ഇണങ്ങാത്തവര്, സൽഗുണദ്വേഷികള്, ഓരോന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവത്തിന്റെ അടുത്ത വലത്തുഭാഗത്തിരിക്കുന്നെന്ന് പറയുന്നവരെ പോലും ബാധിച്ചുകൊണ്ട് അനേകരെ കാർന്ന് തിന്ന് അർബുദവ്യാധി പോലെ എന്ന് പറയുന്ന പോലെ തിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആ വാക്യങ്ങളിൽ ഓരോ അസുഖങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളത് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചിട്ട് ഞങ്ങളെല്ലാം ഓക്കെ എന്നുള്ള മട്ടിൽ നമ്മൾ പോവുക. ഒരിക്കലുമല്ല. നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. മനസ്സിലായോ? നമ്മളെ ശോധന ചെയ്യുന്ന അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ചില പാട്ടുകളൊക്കെ എഴുതാൻ ദൈവം ഇങ്ങനെ, അതൊന്നും ഞാനങ്ങ് പ്രസ്താവിക്കാറില്ല സാധാരണ. ശോധന ചെയ്തെന്നെ അറിയുന്ന ദേവ, ശോഭിതരാജനെ മനുവേല. ശോധന ചെയ്തെന്നെ അറിയുന്ന ദേവ, ശോഭിതരാജനെ മനുവേല. ശുദ്ധീകരീ പ്രഭുവേ, ശക്തീകരിക്ക ദിനം തോറും യേശുനാഥനെ സ്തുതിച്ചിടാമേ. അത് ഞാനങ്ങനെ, കാരണം നമ്മളെ ശോധന ചെയ്യുന്ന അറിയുന്ന ഒരു ദൈവം, ആ ദൈവമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്, ആ ദൈവമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ അന്ത്യകാലത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, അന്ത്യകാലമാണെന്നുള്ള യാതൊരു സംശയമില്ല. നമ്മളെല്ലാവരും പ്രസംഗിക്കുകയും സാക്ഷി പറയുകയൊക്കെ ചെയ്യുന്നു. ഇനി സമയമില്ല, കർത്താവ് വാതിൽക്കലായി, അങ്ങോട്ട് പോയാൽ മതി. ആരെയാ കൊണ്ടുപോകുന്നത്? അവിടാണ് പ്രോബ്ലം. എല്ലാ സഭകളിലും വെളിപ്പാട് ദിവസത്തിൽ സർദീസിലെ സഭയെ ഉടുപ്പും മലിനമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ട്. കുറെ പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരില്ല, ഇച്ചിരി അപ്പോഴ് എല്ലാ സഭകളിലും ഉടുപ്പ് മലിനമാകാത്തവർ കുറച്ചുപേര് കാണും മക്കളെ. അവരെ കൊണ്ടുപോകും. എന്റെ കർത്താവ് എല്ലാവരെയും വാരിക്കൂട്ടി കൊണ്ടുപോകാൻ വരുന്നില്ല.
ഒരു ലേബലിലുള്ളവരെ അവിടോട്ട് എടുക്കാൻ അവിടെ എങ്ങും ഒരു പ്രത്യേക സ്ഥാനം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോഴേ കർത്താവിന് വേണ്ടി നിലനിന്നവരെ എല്ലായിടത്തും കാണും കുറച്ച് പേര്. അവരെ എല്ലാവരെയും കൂടെ കർത്താവ് ഒരുമിച്ച് ചേർത്താൻ കൊണ്ടുപോകും. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, ഇവിടെ കയറി വരുവീൻ എന്നുള്ള വിളി. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ഒന്നും വിളിച്ചുകൊണ്ട് പോകത്തില്ല. ഞാൻ ഒത്തിരി വിസിബിളായിട്ടും എന്താ ഞാൻ പറയുന്നത്, മറ്റുള്ളവർ അറിയത്തക്കതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് എന്നെ കൊണ്ടുപോകുന്ന എനിക്ക് വിചാരമില്ല. എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി ഞാൻ ജീവിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഹിതം ഞാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ളവരോടാണ് എൻ്റെ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ദാസനെ ദാസി എന്നുള്ള വിളി. എല്ലാവരെയും കർത്താവ് വിളിക്കത്തില്ല. സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ പോയിട്ട് ഇപ്പം 11 വർഷമായി. ദൈവം ഞങ്ങളെ നടത്തുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പ്രതിബന്ധങ്ങളൊക്കെ മാറിയിട്ടൊരു കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അത് കൂടിക്കൂടി വരികയേ ഉള്ളൂ, അത് കുറയല്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ അറച്ചു നിൽക്കാതെ സത്യപ്രമാണത്തിന് വേണ്ടി ധീരതയോടെ, സത്യസാക്ഷികൾ എന്നാ പറയുന്നത്, സത്യസാക്ഷികളെ അവിടെ പോകത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള ഇടപ്പരുവത്തിനുള്ളവരാരും അവിടെ പോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ഒരുക്കത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നു പ്രിയരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, യഥാർത്ഥമായി ദൈവവചനത്തിന് ചേരാത്ത യാതൊരു വിഷയം ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളത് ഉടനെ ടെസ്റ്റ് ചെയ്യണം, ദൈവവചനത്തിൽ ഉള്ളതാണോ അല്ലയോ. അപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞു, വിശ്വാസം കാത്തു എന്ന് പറയുന്നത് രോഗശാന്തിക്ക് ചിലരെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊരു ചുക്കുകാപ്പ് പോലും കുടിക്കത്തില്ല കേട്ടോ. അടുത്തുള്ളവരോട് മിണ്ടിയിട്ട് എത്ര നാളായി അത് ചോദിക്കരുത്, മനസ്സിലായോ? തിരുവത്താഴം എടുക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൊട്ടടുത്തുള്ളവരോടെ സംസാരിക്കത്തില്ല, കണ്ടാൽ തിരിഞ്ഞു നടക്കും. പക്ഷേ ചുക്കുകാപ്പിയും കുടിക്കത്തില്ല, മരുന്നും ചെയ്യത്തില്ല. ഏത് സ്വർഗത്തിൽ പോകും? ഐ ഡോണ്ട് നോ. അവിടെ പ്രത്യേക ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ വചനത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ദൈവിക പ്രമാണങ്ങൾ ഉറച്ചു നിന്ന് വിശ്വസിച്ച് അതനുഷ്ഠിക്കുന്നവർ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ പോകുകയുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാന്നൊക്കെ പാട്ടുപാടാൻ എന്തൊരു സന്തോഷമാണെന്നറിയാവോ. വിശുദ്ധി എവിടെ കിടക്കുന്നു? പാട്ടൊരിടത്ത് കിടക്കുന്നു, വിശുദ്ധി ഒരിടത്ത് കിടക്കുന്നു. എല്ലാം കൂടെ തകിടം അറിയുന്നില്ല. എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഇതെല്ലാം വെച്ചാൽ വിശുദ്ധി തികയുമോ? ഒരിക്കലും തികഞ്ഞു വരികയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഭയത്തോടെ വിറയലോടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവാവസാനം വരെ കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ പോകാം. അല്ലെങ്കിൽ നമ്മളെ കർത്താവ് അതിനു മുമ്പ് വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിലും നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അവകാശം ശത്രുവിന് മറിച്ചു കളവാൻ സാധിക്കയില്ലെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഞാനുമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ നല്ല രക്ഷകനായ യേശു നല്ല രക്ഷിതാവായ കർത്താവാണ്. മുഖപക്ഷമില്ലാത്തൊരു ദൈവമാണ്. കൂടുതൽ കൊടുക്കുന്നവരെ കൂടുതൽ സ്നേഹിക്കത്തില്ല. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ അവരെ നിരാകരിക്കത്തില്ല. അങ്ങനെ ഒരു മുഖപക്ഷമില്ലാത്തൊരു നല്ല ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലായിരിക്കും, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിച്ചാൽ മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ നല്ല കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ച് കർത്താവിൻ്റെ നല്ല ഒരു അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അതിനുവേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ഈ ലഘു സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിച്ചു കൊള്ളുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.